സംസ്ഥാന പര്യടനത്തിന്റെ മുഴുവൻ ചുമതലയുമുള്ള നിർമ്മൽ കുമാർ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ കരൂരിലാണ് പരിപാടി നടന്നത്. കരൂരിലെ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകനായിരുന്നു അവിടുത്തെ പരിപാടിയുടെ പ്രത്യേകമായിട്ടുള്ള ചുമതല ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിലവിൽ 3 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. 4 വകുപ്പുകൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഒപ്പം തന്നെ പോലീസ് നിബന്ധന പാലിക്കാതെ ഇരിക്കൽ, ജനങ്ങളുടെ സ്വത്തിനും ജീവനും അപായം വരുത്തൽ. അത് മനഃപൂർവ്വമായി അത്തരത്തിൽ ഒരു അപായം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ടും അത്തരത്തിൽ അപായം വരുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നു. സെക്ഷൻ 1091 ഒപ്പം തന്നെ 110, 125, 223 എന്നിവ അടക്കമാണ് നിലവിൽ ഈ വകുപ്പുകൾ ചുമത്തിയിട്ടാണ് BNS വകുപ്പുകൾ ചുമത്തിയിട്ടാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. അങ്ങനെ TVK നേതാക്കൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയും. ഒപ്പം തന്നെ ജുഡീഷ്യൽ അന്വേഷണവും ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ്. ഈ ജുഡീഷ്യൽ കമ്മീഷൻ ഒരുപക്ഷെ അവിടെ പോയി ഈ സ്ഥലം സന്ദർശിച്ച് ഇന്ന് തന്നെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാനാണ് സാധ്യത. പ്രത്യേകിച്ച് നാളെ എന്തായാലും കോടതി ഈ വിഷയം എടുക്കും, കോടതി ഈ വിഷയം പരാമർശിക്കും. അപ്പോൾ ആ സമയത്ത് സർക്കാരിന് മറുപടി നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ഒരു റിപ്പോർട്ട് തയ്യാറാക്കും. ഒപ്പം തന്നെ ADGP ഇന്ന് തന്നെ DGPക്ക് ഒരു റിപ്പോർട്ട് നൽകിയേക്കും എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. അത് ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഇത് രാവിലെ മാധ്യമങ്ങളെ ഒരു 2 മണിക്കൂർ മുൻപ് കണ്ടപ്പോൾ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ്, അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ എത്തിയതിനു ശേഷം മാത്രമേ അപകട കാരണം എന്താണ് എന്നുള്ളത് പറയുകയുള്ളൂ എന്ന് വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ TVKക്ക് ഇപ്പോൾ നിയമപരമായി കൂടി ഈ ഘട്ടത്തിൽ നീങ്ങേണ്ടി വന്നിരിക്കുകയാണ്. അത് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതാണ്. ഇന്നലെ രാത്രി വിജയ് വീട്ടിലെത്തിയതിനു ശേഷം അദ്ദേഹം ചില അഭിഭാഷകരുമായി സംസാരിച്ചിരുന്നു എന്നുള്ള വിവരം പുറത്തു വന്നു. TVKക്ക് ഒരു ലീഗൽ ടീം ഉണ്ടായി, ഈ ലീഗൽ ടീമുമായിട്ട് സംസാരിച്ചിരുന്നു എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു. അതിനുശേഷം ആണ് ഇന്നലെ രാത്രി തന്നെ ഈ മതിയഴകനെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം വന്നിരുന്നു. അപ്പോൾ ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ കൂടി കേസ് വന്നിരിക്കുന്നു. ഇനി വിജയിയെ എപ്പോഴാണ് പ്രതി ചേർക്കുക, അദ്ദേഹത്തിനെ എതിരെ ചുമത്തുന്ന വകുപ്പുകൾ ഏതൊക്കെയാകും, അദ്ദേഹത്തിന് എത്രാം പ്രതിയായിട്ടാകും ഉൾപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങളാണ് ഏറ്റവും